പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തന്ത്രപ്രധാനമായ ചില നിർണായക വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അമേരിക്കൻ സേനയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കുമെതിരെ പോരാടുന്ന ഇറാൻ ആവശ്യമായ വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കളും ആയുധ സാമഗ്രികളും റഷ്യ എത്തിച്ചു നൽകുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. RBC ന്യൂസ് പുറത്തുവിട്ട യൂറോപ്യൻ ഇന്റലിജൻസ് രേഖകളെ ഉദ്ധരിച്ചുള്ള വിവരങ്ങൾ അനുസരിച്ച് റഷ്യൻ നിർമ്മിത TNC ഡ്രോൺ ഭാഗങ്ങൾ, അത്യാധുനിക വെടിയുണ്ടകൾ എന്നിവയാണ് ഇറാനിലേക്ക് നിരന്തരമായി എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാസങ്ങളായി തുടരുന്ന അമേരിക്കൻ ഇസ്രയേൽ സൈനിക ആക്രമണങ്ങളിൽ തകർന്നടിയുകയോ തീർന്നു പോവുകയോ ചെയ്ത ഇറാന്റെ മിസൈൽ ഡ്രോൺ ശേഖരം പുനർനിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോസ്കോ ഈ നീക്കം നടത്തുന്നത്. അന്താരാഷ്ട്ര ഉപരോധങ്ങളെയും അമേരിക്കൻ നാവികസേനയുടെ കർശന നിരീക്ഷണങ്ങളെയും മറികടക്കാൻ കാസ്പിയൻ കടൽ വഴിയുള്ള തന്ത്രപ്രധാനമായ പാതയാണ് റഷ്യ ഇതിനായി തെരഞ്ഞെടുത്തത്. പാശ്ചാത്യ നാവികസേനകൾക്ക് കടന്നുകയറാൻ കഴിയാത്തതും അന്താരാഷ്ട്ര ഉപരോധ പരിധികൾക്ക് പുറത്തുള്ളതുമായ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കാസ്പിയൻ കടൽപാതയ്ക്കുണ്ട്. ഈ സൈനിക നീക്കത്തിനായി കാസ്പിയൻ കടലിലൂടെ 20-ലധികം ചരക്ക് കപ്പലുകളാണ് റഷ്യ സർവീസ് നടത്തുന്നത്. ഇവയിൽ ഭൂരിഭാഗം കപ്പലുകളും മുൻപ് തന്നെ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവയാണെന്നത് ശ്രദ്ധേയമാണ്. സിവിൽ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ചരക്കുകളുടെ മറവിലും കൃത്യമായ രഹസ്യരേഖകൾ നിർമ്മിച്ചുമാണ് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് എത്തിക്കുന്നത്. ദീർഘകാലമായി നിലനിൽക്കുന്ന റഷ്യ ഇറാൻ സൈനിക സഹകരണം ഈ നീക്കത്തോടെ തികച്ചും വ്യത്യസ്തവും ശക്തവുമായ ഒരു പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിച്ചു. ഇതിനു മുൻപ് ഉക്രൈൻ യുദ്ധരംഗത്ത് ഉപയോഗിക്കുന്നതിനായി റഷ്യയ്ക്ക് ആയിരക്കണക്കിന് ഷാഹിദ് ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതിക വിദ്യകളും നൽകി സഹായിച്ചത് ഇറാൻ ആയിരുന്നു. ഈ വെളിപ്പെടുത്തൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സേനാ താവളങ്ങൾക്കും നാവികസേനയ്ക്കും കനത്ത ഭീഷണിയാണ് ഉണ്ടാക്കുന്നത്. ഇറാന്റെ ഡ്രോൺ മിസൈൽ സംഭരണശാലകൾ തകർത്തുവന്ന അമേരിക്കൻ അവകാശവാദങ്ങൾക്കിടെയാണ് റഷ്യൻ സഹായത്തോടെ ഇറാൻ തങ്ങളുടെ ആയുധശേഷി പൂർവ്വസ്ഥിതിയിലാക്കുന്നത്. പെന്റഗൺ വിലയിരുത്തുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ ഇറാന് വീണ്ടും ആക്രമണങ്ങൾ നടത്താൻ ശേഷി ലഭിക്കുന്നത് അമേരിക്കൻ നാവികസേനയ്ക്കും യുദ്ധക്കപ്പലുകൾക്കും ഗുരുതരമായ സുരക്ഷാ ഭീഷണിയായി മാറും. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഒറ്റപ്പെടുത്താനും ഉപരോധങ്ങൾ കൊണ്ട് തളർത്താനും പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിച്ചതിനു പകരമായി അമേരിക്കയെ പ്രതിരോധത്തിലാക്കാൻ റഷ്യ കണ്ടെത്തിയ കൃത്യമായ സമയമാണിത്. പശ്ചിമേഷ്യയിൽ ഇറാന് കൂടുതൽ ആയുധബലം നൽകുന്നതിലൂടെ അമേരിക്കയുടെ ശ്രദ്ധയും സൈനിക വിഭവങ്ങളും ആഗോളതലത്തിൽ വിഭജിച്ചു പോകുമെന്ന് റഷ്യൻ തന്ത്രജ്ഞർ കണക്ക് കൂട്ടുന്നുണ്ട്. മുൻപ് ഇസ്രയേലും അമേരിക്കയും നടത്തിയ കൃത്യമായ വ്യോമാക്രമണങ്ങളിൽ ഇറാന്റെ പ്രധാന ആയുധ നിർമ്മാണശാലകൾക്കും അത്യാധുനിക മിസൈൽ ലോഞ്ചറുകൾക്കും വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ആ വിടവ് നികത്താൻ ഇറാന് സ്വന്തം നിലയിൽ മാസങ്ങളോ വർഷങ്ങളോ ആവശ്യമായി വരുമായിരുന്നു. അന്താരാഷ്ട്ര നയതന്ത്ര തലത്തിലും ഈ വാർത്ത വൻ അലയടികളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. യൂറോപ്യൻ ഇന്റലിജൻസ് ഏജൻസികൾ ശേഖരിച്ച കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് NBC ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഐക്യരാഷ്ട്രസഭയുടെ വിലക്കുകൾ നിലനിൽക്കെ തന്നെ പരസ്യമായി ആയുധങ്ങൾ കൈമാറുന്ന ഈ നീക്കത്തിനെതിരെ കൂടുതൽ കർശനമായി ഉപരോധങ്ങൾ പ്രഖ്യാപിക്കാൻ പാശ്ചാത്യ ശക്തികൾ ഒരുങ്ങുന്നുണ്ടെങ്കിലും റഷ്യയും ഇറാനും ഇതിനെയെല്ലാം പുല്ലുപോലെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഈ പുതിയ ആയുധനിര ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളായ ഹിസ്ബുള്ള, ഹൂതികൾ തുടങ്ങിയവരുടെയും കൈകളിൽ എത്തിയേക്കാമെന്ന ഗുരുതരമായ ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ചെങ്കടലിലും പേർഷ്യൻ ഉൾക്കടലിലും അമേരിക്കൻ ഇസ്രയേലി കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഈ റഷ്യൻ സാങ്കേതിക വിദ്യ കൂടിയാണെങ്കിൽ ആഗോള വാണിജ്യ പാതകളുടെ സുരക്ഷ വീണ്ടും അപകടത്തിലാക്കും. ഇറാനിയൻ സൈന്യത്തിന്റെ പ്രധാന കമാൻഡ് സെന്ററുകളിൽ റഷ്യൻ സൈനിക ഉപദേശകരുടെ സാന്നിധ്യമുണ്ടെന്ന റിപ്പോർട്ടുകളും ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട്. വെറും ആയുധ വിതരണത്തിനപ്പുറം അമേരിക്കൻ റഡാർ സംവിധാനങ്ങളെ വെട്ടിച്ച് ആക്രമണം നടത്താനുള്ള സാങ്കേതിക വിദ്യകളും റഷ്യ ഇറാന് കൈമാറുന്നുണ്ടെന്നാണ് വിദേശ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ അമേരിക്കൻ ഭരണകൂടം വിവിധ തരത്തിലുള്ള നയതന്ത്ര സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നുണ്ടെങ്കിലും റഷ്യയുടെ തുറന്ന പിന്തുണ ഇറാന്റെ ആത്മവിശ്വാസം വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാസ്പിയൻ കടലിലെ സുരക്ഷാ നിരീക്ഷണം ശക്തമാക്കാൻ അമേരിക്കയ്ക്ക് യാതൊരുവിധ നിയമപരമായോ ഭൗതികമായോ സാധ്യമല്ല എന്നതാണ് അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയത്തെ വലയ്ക്കുന്നത്.
കാസ്പിയൻ തീരത്തുള്ള രാജ്യങ്ങളായ അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ, കസാക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്ക് മേൽ അമേരിക്കൻ സമ്മർദ്ദം ചെലുത്താൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും റഷ്യയുടെ ശക്തമായ സ്വാധീനം കാരണം ഇവിടങ്ങളിൽ നിന്ന് യാതൊരു അനുകൂല പ്രതികരണവും വാഷിംഗ്ടണിന് ലഭിക്കുന്നില്ല. ഈ വികസനം ആഗോള ഊർജ്ജ വിപണിയിലും വൻ അനിശ്ചിതത്വങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ റഷ്യയും നേരിട്ട് ഭാഗമാകുന്നതോടെ ഒരു ആഗോള യുദ്ധത്തിന്റെ ഭീതിയാണ് പടരുന്നത്. അമേരിക്കൻ കോൺഗ്രസിലും വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു കഴിഞ്ഞു. റഷ്യ ഇറാൻ സൈനിക കൂട്ടുകെട്ടിനെ തടയാൻ നിലവിലെ അമേരിക്കൻ ഭരണകൂടത്തിന്റെ പക്കൽ കൃത്യമായ പദ്ധതികളില്ലെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ വിമർശിക്കുന്നുണ്ട്. ആഗോള രാഷ്ട്രീയ ചരിത്രത്തിൽ അപൂർവമായി മാത്രം കാണുന്ന ഒന്നാണ് സൂപ്പർ പവറുകൾ തമ്മിലുള്ള ഇത്തരം നേരിട്ടുള്ള പ്രോക്സി ഏറ്റുമുട്ടലുകൾ. ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും സമാനമായ രീതിയിൽ ലോകരാജ്യങ്ങൾ ചേരിതിരിയുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ പശ്ചിമേഷ്യയിൽ രൂപപ്പെടുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്ന സൈനിക നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത്. റഷ്യൻ സാങ്കേതിക വിദ്യയും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ തലമുറ ഡ്രോണുകളും മിസൈലുകളും അമേരിക്കൻ സേനയ്ക്ക് മേൽ പ്രയോഗിക്കപ്പെട്ടാൽ അത് പശ്ചിമേഷ്യൻ യുദ്ധഭൂമിയെ കൂടുതൽ ചോരക്കളമാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഉപരോധങ്ങളുടെയും വിലക്കുകളുടെയും മതിൽക്കെട്ടുകൾ ഭേദിച്ചുകൊണ്ട് പുടിൻ ഇറാനിലെത്തിച്ച സ്ഫോടക ശേഖരം കേവലം സൈനിക സഹായം മാത്രമല്ല, മറിച്ച് അമേരിക്കയ്ക്കുള്ള വ്യക്തമായ സന്ദേശം കൂടിയാണ്. പശ്ചിമേഷ്യയിൽ ഇറാന്റെ സൈനിക നിലനിൽപ്പ് ഉറപ്പാക്കുക വഴി അമേരിക്കൻ ആധിപത്യത്തിന് അന്ത്യം കുറിക്കുക എന്ന റഷ്യൻ അജണ്ടയാണ് ഇതിലൂടെ പരസ്യമായി തെളിയുന്നത്. ഈ അത്യന്തം അപകടകരമായ ആയുധ കൈമാറ്റം വരും ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ലോക സമാധാനത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും.